നമസ്കാരം. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ധാരാളം അന്വേഷണങ്ങൾ വന്നു ചേരുന്നത് വഴി എല്ലാം സമയബന്ധിതമായിട്ട് ഏറ്റെടുക്കുവാനും ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് ഏർപ്പെടുവാനും ഏറ്റെടുക്കുവാനും അതിലൊരു നാന്തി കുറിക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. എല്ലാ കാര്യങ്ങളിലും വിനയത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി മാർഗതടസ്സങ്ങളെ പോലും അതിജീവിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ യോഗം കാണുന്നു. പൊതുജനപ്രീതി വന്നു ചേരുന്നത് വഴി പ്രാദേശികമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ മുതലായവയിലെല്ലാം തന്നെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾക്കുമായിട്ട് മാനസികമായിട്ടുള്ള സംഘർഷവും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുമെങ്കിൽ പോലും സാംക്രമിക രോഗങ്ങളോ പകർച്ചവ്യാധിയോ ആണ് ഇതിനടിസ്ഥാനപരമായിട്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതി ജീവന ഔഷധ രീതികളെല്ലാം അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന വിദേശ യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ മാതാപിതാക്കൾക്ക് അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി അവരോടൊപ്പം 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം അവലംബിക്കുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി പലപ്പോഴും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. നിർദോഷ കഫരോഗ പീഡകൾക്ക് ഭക്ഷണ ക്രമീകരണവും ആയുർവേദ ചികിത്സയ്ക്കും തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. ഗർഭം അലസുവാനിടയുള്ളത് കൊണ്ട് ഈ ഒരു മാസം പൂർണ്ണമായിട്ടുള്ള വിശ്രമം വേണ്ടി വരുന്നതാണ്. പല പ്രകാരത്തിലും മനസ്സിന് സ്വസ്ഥതക്കേടുകൾ ഉണ്ടാകുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. പരിസരവാസികളുടെ ഉപദ്രവത്താൽ മാറി താമസിക്കുവാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ യോഗം കാണുന്നു. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങളോ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതും അമിത വേഗതയുള്ള വാഹന ഉപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നതും ഈ ജൂൺ മാസത്തിൽ അനിഴ നക്ഷത്രക്കാർക്ക് അനുകൂലമായി തീരുവാനിടയുണ്ട്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുന്നതിന്റെ വെളിച്ചത്തിൽ ചില വിഭാഗങ്ങളെല്ലാം സഹപ്രവർത്തകരെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതെല്ലാം തന്നെ രേഖാപരമായിട്ട് മേലധികാരികളെയും ഉടമസ്ഥരെയും ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ സാധ്യത കാണുന്നു. ഗുണദോഷം മിശ്രം മനസ്സിൽ കണ്ടുകൊണ്ട് പല കാര്യങ്ങളും ഏറ്റെടുക്കുകയും അഥവാ സുഖദുഃഖങ്ങൾ ഒരേപോലെ സ്വീകരിക്കാനുള്ള ഒരു മാനസികമായുള്ള അവസ്ഥകളോടുകൂടി
എല്ലാം അതിൻ്റെ തന്മയത്വത്തോടുകൂടി ഏറ്റെടുക്കുന്നത് വഴി ഏതൊരു മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണത്തിന് പ്രവർത്തനം തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കാൻ അവസരം വന്നു ചേരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുന്നതിനുള്ള ഒരു അനുമതി ലഭിക്കുന്നത് വഴി നിലവിലുള്ള സ്ഥലത്ത് നിലവിലുള്ള ജോലിയിൽ രാജിക്കത്ത് നൽകുവാൻ സാധ്യതയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ട് ആധുനിക കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ സാധ്യത കാണുന്നു. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. സച്ചിന്തകളാൽ മനസ്സിന് എല്ലാ വിധത്തിലുള്ള വ്യാകുലതയും ഒഴിവാക്കുവാൻ സാധിക്കും. ഔദ്യോഗിക തലത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഏറ്റെടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ആ ഒരു വിഭാഗത്തിനെ പറ്റിയിട്ട് ഹ്രസ്വകാല പാഠ്യപദ്ധതിക്ക് ചേരുവാൻ പോലും സാധ്യതയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് പ്രസ്ഥാനത്തിന്റെ ചില അവസ്ഥകൾ കണക്കാക്കി ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ചില ജോലികൾക്ക് അപേക്ഷിക്കാൻ അവസരം വന്നു ചേരും. പണമിടപാടുകളിൽ നിന്നും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും അബദ്ധമായി തീരുവാൻ യോഗം കാണുന്നു. പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനും പൊതുവെ എല്ലാ കാര്യങ്ങളും സങ്കീർണതയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടാവും എന്ന് മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാനും യോഗം കാണുന്നുണ്ട്. പൊതുവെ ഒരു എല്ലാ കാര്യങ്ങൾക്കും സ്വല്പം സമാധാനക്കേടൊക്കെ തുടക്കത്തിൽ ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം ശുഭപരിസമാപ്തിയിൽ എത്തിക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയും അറിവും അവസരവും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.